ഹലോ ഗൈസ്, നിതീഷ് വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നാടൻ മീൻകറിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പറഞ്ഞു, പേഴ്സണലി നമുക്ക് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള മീൻകറി ഒന്ന് അപ്ലോഡ് ചെയ്യണേ എന്നുള്ളത്. അപ്പോൾ അവരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നത്. കേരളത്തിന് പുറത്തുള്ളവരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമ്മുടെ കേരള സ്റ്റൈൽ ഫുഡുകൾ പ്രിപ്പയർ ചെയ്ത് കഴിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് അവർ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്നൊരു മീൻകറി ചെയ്യാം അല്ലേ? റെഡിയല്ലേ? റെഡിയാണ്. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു അച്ചായത്തി സ്റ്റൈൽ മീൻകറിയാണ്. സ്പെഷ്യൽ മീൻകറിയാണ് കേട്ടോ, നോർമൽ മീൻകറിയല്ല. നമ്മൾ ഈ കല്യാണത്തിനൊക്കെ കഴിക്കുന്ന അതേപോലത്തെ മീൻകറി. ഓക്കെ, നമുക്ക് ചേരുവകൾ കാണിക്കാമേ. നമുക്ക് കറിക്കിടാൻ ആവശ്യമായിട്ടുള്ള മീനുണ്ട്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 4 മീനാണ്, പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണേ. അടുത്തത് കടുക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള ഇഞ്ചി, ചെറിയുള്ളി, വെളുത്തുള്ളി. പിന്നെ നമുക്ക് 1 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, പിന്നെ 1 പിഞ്ച് മഞ്ഞൾപ്പൊടി. ഓക്കെ, പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പുണ്ട്, പുളി, കടുക്, എണ്ണ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ആയിരിക്കും എപ്പോഴും നല്ലത് ഒഴിക്കുന്നത്, അപ്പോൾ കുറച്ച് ടേസ്റ്റ് ഉണ്ടായിരിക്കും. എന്നിട്ട് തിളയ്ക്കുമ്പോൾ നമ്മൾ കടുക് പൊട്ടിച്ചാൽ മതി. എണ്ണ തിളയ്ക്കട്ടെ. അപ്പോൾ എണ്ണ തിളച്ചിട്ടുണ്ട്, നമുക്ക് കടുകിട്ടെ. കടുക് നന്നായിട്ട് പൊട്ടുന്നിടം വരെ തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. അപ്പോൾ കടുക് പൊട്ടുന്ന ടൈം ആകുമ്പോൾ മാത്രമേ നമ്മൾ തീ കുറച്ചിടാവൂ കേട്ടോ. കടുവറ അല്ലേ? അപ്പം നന്നായിട്ട് കടുക് പൊട്ടാറായിട്ടുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് സിമ്മിലേക്ക് മാറ്റാം കേട്ടോ തീയെ. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ, കുറച്ചുകൂടെ പൊട്ടിയിട്ട് നമുക്കിടാം. അപ്പോൾ കടുക് പൊട്ടി തീർന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി ഇടാമേ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട, മീൻകറി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇഞ്ചി വേണം ആദ്യം ഇടാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ചേരുവകൾ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സിമ്മിൽ വേണം എപ്പോഴും ചെയ്യാൻ. ഇഞ്ചി ഒരു മൂക്കാറാവുന്ന സമയത്ത് വേണം നമ്മൾ ബാക്കിയുള്ള വെളുത്തുള്ളി, ചെറിയുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാനേ. അപ്പം അത് അത് നമുക്ക് വളരെ നാടൻ തവിയാണ് കേട്ടോ, നമ്മൾ നാട്ടിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് വന്നിട്ടൊരു തവിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു തവിയാണിത് കേട്ടോ. അപ്പം നന്നായിട്ടിത് നമുക്കിനിയും ഇടാൻ പോകുന്നത് ചെറിയുള്ളിയാണേ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൂടെ വെളുത്തുള്ളിയും കൂടി ഇടാം കേട്ടോ. ഇതിന് രണ്ടും ഒരേ മൂപ്പ് തന്നെ, അപ്പം ഇട്ടാലും കുഴപ്പമില്ല. ഇഞ്ചി മൂത്തല്ലോ, അപ്പം പിന്നെ അധികം സമയം എടുക്കും. അത് കുഴപ്പമില്ല, നമ്മൾ അരിഞ്ഞ കൂട്ടത്തിൽ അങ്ങനെയൊക്കെ വരും കേട്ടോ. നന്നായിട്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പെട്ടെന്നൊന്ന് മൂക്കാൻ വേണ്ടി കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമേ. ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് ആവാൻ വേണ്ടിയിട്ടേ ഒരു പിഞ്ച് മതി കേട്ടോ, ഒത്തിരി ഒന്നും ഇട്ട് കൊടുക്കരുത്, ഒരു ശകലം ഒന്ന് മൂക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കരിയാപ്പലയും കൂടി ഇടാമേ. നന്നായിട്ട് ഇറക്കി കൊടുക്കാം. ഇനിയാണ് നമുക്ക് ഇതിനകത്ത് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇടാനായിട്ട് പോകുന്നത്. മുളക് പൊടി, കുരുമുളക് പൊടി എല്ലാം.
നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. സിമ്മിലിട്ട് വേണം വീണ്ടും ചെയ്യാൻ, അല്ലെന്നുണ്ടെങ്കിൽ ഇതങ്ങ് മുളക് പൊടി ഇതെല്ലാം അങ്ങ് കരിഞ്ഞു പോവേ. എപ്പോഴും സിമ്മിലിട്ട് വേണം എപ്പോഴും എന്തുണ്ടാക്കിയാലും നമ്മൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഫ്ലേവർ നമുക്ക് വേറൊരു ഫ്ലേവറായി പോകും കേട്ടോ. നന്നായിട്ടൊന്ന് മൂക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് മൂത്താൽ മതി, ഒത്തിരി മൂക്കണ്ട. ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാമേ. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. അപ്പം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ മീൻ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് പുളിയുണ്ട്, പുളി ഇട്ട് കൊടുക്കുക. ആവശ്യമായിട്ടുള്ള ഉപ്പേ, അപ്പം എനിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടിരുന്നു, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടാൽ മതി. മീനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതിയേ. അപ്പം ഇനി നമ്മൾ തീ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീൻ ഉടഞ്ഞു പോവും. ജസ്റ്റ് ഒന്ന് സിമ്മിലാക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതിയാവും. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, മീൻ ഉടയരുത്. എന്നിട്ട് വേവുന്നിടം വേണം അടച്ചു വെച്ചാൽ മതിയാവും. അപ്പോൾ നന്നായിട്ട് തിളച്ച് വെന്തിട്ടുണ്ടേ. അതിനുശേഷം നമുക്ക് കുറച്ചൊരു വെളിച്ചെണ്ണ ഒന്ന് ചുറ്റിച്ചൊഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ പ്രത്യേകിച്ച് മൺചട്ടിയിലാണ് നമ്മൾ മീൻകറി വെക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല നാടൻ രുചിയായിരിക്കും. മീൻകറി മാത്രമല്ല, എന്ത് കറിയാണെങ്കിലും നമ്മൾ മൺചട്ടി വെക്കുമ്പോൾ നല്ല രുചിയായിരിക്കും കേട്ടോ. അതിപ്പോൾ നമ്മൾ ഇളക്കിയൊന്നും കൊടുത്തു കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകും. ജസ്റ്റ് ഉപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മീനിട്ട് അടിക്ക് കൂട്ടിയൊന്ന് ഇളക്കിയാൽ മതി. മീനെ തൊടരുത് കേട്ടോ, അപ്പം അങ്ങനെ ആകുമ്പം മീൻ പൊടിഞ്ഞു പോവേ. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ